ഞാൻ പറയുന്ന പല കാര്യങ്ങളും പറയുകയാണ്, എനിക്ക് തെളിവുണ്ടാവില്ല. എനിക്ക് തെളിവുണ്ട്, നിങ്ങൾക്ക് തെളിവ് കാണിച്ചാൽ കഴിയില്ല. എന്നെ വിശ്വസിച്ചവർക്ക് വിശ്വസിക്കാം, അത്രയേ ഉള്ളൂ. CM എന്ന് പറഞ്ഞാൽ 20ാം നൂറ്റാണ്ടിൽ മലയാളക്കരയിൽ കഴിഞ്ഞ ഏറ്റവും വലിയ ബുദ്ധിമാൻ CM ആണ്. അതിനേക്കാൾ വലിയ ബുദ്ധിമാനില്ല, ഒരാളില്ല, എന്നാളില്ലേ, ഇല്ല. ഒക്കെ CM-നായി, എല്ലാവരും CM-നായി. CM ഒരു ഹറാമ് കൊണ്ട് ബന്ധപ്പെട്ടത് എൻ്റെ ആയുസ് ഞാൻ കേട്ടിട്ടില്ല. ഒരു ഹറാമുമായി ബന്ധപ്പെട്ടത് എൻ്റെ ആയുസിൽ ഞാൻ കേട്ടിട്ടേയില്ല. അത് ഞാൻ പറയുന്നതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്, അത് ഞാൻ അത്രയും ഞാൻ പറയുള്ളൂ. അത് മുവഫഖാണ്, തൗഫീഖാണ്, വലിയ തൗഫീഖ്. ഹറാം ചെയ്താൽ തൗബല്ലേ? തീർച്ചയായും തൗബുണ്ട്. പക്ഷെ ഒരു വ്യക്തിക്ക് ഹറാം എന്ന ജീവിതത്തിലില്ല, ഒന്നുമില്ല. ആ വ്യക്തി പൂർണ്ണമായും ആരിലാണ്? അള്ളാഹുവിലാണ്. അതാണ് CM. അള്ളാഹു ഒരു ദർജ കൊടുക്കട്ടെ. ഞാൻ CM-ന് തിരികെ തരാനല്ല കേട്ടോ, ഞാനും പറയും ഞാൻ CM-ന് തിരികെ തരാം. പക്ഷേ ഇനി ഒഴിപ്പോ എനിക്ക് വലിയ ഇഷ്ടമാണ്. അവരൊരാൾ ഇഷ്ടപ്പെടുന്ന എനിക്ക് അവരിഷ്ടമാണ്. ഒരാൾ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമില്ല. അവർ വില കുറച്ച് പറയുന്ന പോലും എനിക്കിഷ്ടമില്ല. കാരണം അള്ളാഹുവിൽ ഫനായിപ്പോയൊരു മനുഷ്യനെ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമില്ല. ഒരിക്കലും ഞാൻ അവരെ ഉറൂസിന് പോകാറില്ല, ചോറുന്നാൻ പോകാറില്ല, ഒന്നുമില്ല. പക്ഷെ അവരെ കുറ്റം എനിക്കിഷ്ടമല്ല. അവരെ കുറ്റം പറഞ്ഞവർക്ക് ഈമാന് പകരം കുഫ്ർ വരും എന്നൊരു അള്ളാഹിൻ്റെ അടയാളമായിരുന്നു CM. അള്ളാഹിൻ്റെ അടയാളമാണ്, അള്ളാഹു ജല്ല ജലാലായ സുബ്ഹാനഹു അടയാളമാണ് CM. ഞാൻ പറയുന്ന പല കാര്യങ്ങളും പറയുകയാണ്, എനിക്ക് തെളിവുണ്ടാവില്ല. എനിക്ക് തെളിവുണ്ട്, നിങ്ങൾക്ക് തെളിവ് കാണിച്ചാൽ കഴിയില്ല. എന്നെ വിശ്വസിച്ചവർക്ക് വിശ്വസിക്കാം, അത്രയേ ഉള്ളൂ. CM എന്ന് പറഞ്ഞത് ഒരു മജ്ദൂബായ ഒലീജാണ്. മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല, നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജ്ദൂബ് ജദ്ബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ്. നിസ്കരിച്ചു എന്ന് പറയണ്ട. ചില അന്തല്ലാത്തവരെന്ത് പറയും, മക്കത്ത് സ്കരിക്കാനല്ല കൽപ്പന, കോഴിക്കോട് സ്കരിക്കാൻ. അപ്പോൾ പിന്നെ ഭ്രാന്തനല്ല. CM-ന് ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് ശിക്ഷ വാങ്ങും. CM ഒരിക്കലും ഭ്രാന്തനല്ല, ഒരിക്കലും മജ്ദൂബല്ല. ഫനാ ലയിച്ചു പോയതാ. ദിക്റുള്ളയിൽ അള്ളാഹിന്റെ ദിക്റിൽ ലയിച്ചു പോയ ആൾക്ക് നിസ്കാരം തുടങ്ങാൻ പറ്റില്ല. കാരണം ജീവിതം നിസ്കാരം എടുക്കുക. പിന്നെ അവർക്ക് തുടക്കം കൊടുക്കുമല്ല, ഇല്ല. അവർ ലയിച്ചതാണ് ആരിൽ? അള്ളാഹുവിൽ. എന്തേ മുഹമ്മദിയത്തെ തൊട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആദ്യകാലത്ത് വിചാരിച്ചിരുന്നത് CM മജ്ദൂബാണെന്ന്. ഒരിക്കലും അല്ല, CM മജ്ദൂബല്ല. മജ്ദൂബായ വേറെ കുറെ ഔലിയാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ CM മജ്ദൂബല്ല. CM സംഭവിച്ച് പരലോകത്തറിയേണ്ടത് ദുനിയാവിൽ അറിഞ്ഞുപോയി. അങ്ങനെ ആകുമ്പോ അന്തപ്പെടും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, നേരത്തെ നമസ്കരിക്കാത്തവർ അള്ളാഹുവിനോട് ദിക്ർ ചൊല്ലിയാലും മുനാജാത്ത് ചെയ്താലും എന്തായാലും വേണ്ടില്ല, എന്റെ നാട്ടിൽ നിൽക്കുമ്പോൾ നിസ്കരിക്കേണ്ടി വരും. എന്റെ നാട്ടിൽ നിന്നിട്ട് ഒരാൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ എത്ര ഹോജയാണെങ്കിലും അവന്റെ കഴുത്ത് ഞാൻ വെട്ടും എന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ. അവൻ അള്ളാന്റെ ഹോജയാണെങ്കിൽ അള്ളാന്റെ അടുത്ത് വേണ്ടി വരും. എന്റെ ഭൂമിയിൽ നിന്നാൽ ഇവിടുത്തെ ഭരണാധികാരി ഇന്ന ഉമറ നേരത്തെ നിസ്കരിച്ചില്ലെങ്കിൽ കഴുത്ത് ഞാൻ വെട്ടും എന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നല്ലതും ചീത്തയും തിരിച്ചറിയണം. പറയൂ നിങ്ങൾ, ഇത് പറയാൻ ആൺകുട്ടികൾ കേരളത്തിൽ ഇന്ന് ഈ വിഷയം പറയാൻ ആൺകുട്ടികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ലാതെ ആരുമില്ല. ഇത് പറയാൻ ആൺകുട്ടികൾ ആരുമില്ല. ആരടാണ് എന്റെ ഔലിയ? ആരടാണ് എന്റെ ഔലിയ പാപ്പ? റബ്ബി ജഅൽനി മുഖീമസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവനായി എന്നെ ജീവിപ്പിക്കണമേ എന്ന് 4000 കൊല്ലം മുമ്പ് സയ്യിദുനാ ഇബ്രാഹിം. ആരടാണ് എന്റെ ഔലിയ? നിസ്കരിക്കാത്തവൻ ഔലിയ അല്ല, അവൻ കള്ളനാണ്. നിസ്കാരം നിലനിർത്തണമേ പടച്ചവനെ, മരിക്കുന്നവരെ നിസ്കരിക്കാൻ കഴിയണേന്ന് ലോകം കണ്ട മഹാനായ സയ്യിദുനാ ഇബ്രാഹിം എന്റെ ഔലിയടാ. മുസ്ലിമീങ്ങളെ വളരെ ചിന്തിക്കണം. ഇത് ഖിയാമത്ത് നാളാണ്. ഈമാൻ കെട്ടുകൊണ്ടുപോകുന്ന ആളുകൾ ബലസുന്ന കാലഘട്ടമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിയമം ഔലിയാക്കും ഹോജക്കും ശൈഖിനും തങ്ങൾക്കും മൂല്യർക്കും ഒക്കെ ബാധകമാണ്. ഇത് വലിയ ഷെയ്ഖ് മുഹമ്മദ് നബിയാണ്, പിന്നെ വേറെ ഷെയ്ഖ് ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ബോധം ഉണ്ടാവുക. നിസ്കരിച്ചുകൊണ്ട് ആബിദാവോ ഇല്ല, നിസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് ആബിദ് ആകാതിരിക്കോ അതുമില്ല. ചിന്തിക്ക. പ്രത്യക്ഷത്തിൽ ഒരു ആബിദ് നിസ്കരിക്കണമെന്നും കാണില്ല. എന്നാൽ ആബിദ് വളരെ ചിന്തിക്കണം. അള്ളാന്റെ ഔലിയാക്കന്മാര് നിസ്കരിക്കുകയില്ല എന്നീ പറഞ്ഞതിന് മാനയുമില്ല. അവര് അള്ളാന്റെ ആബിദീങ്ങളാണ്.
എന്നാൽ ഈ പ്രത്യക്ഷത്തിൽ നിസ്കാരം കാണാത്ത മജ്ദൂബീങ്ങളും അവരിൽ ഉണ്ടാകാം. ബഹുമാനപ്പെട്ട CM വലിയുള്ളാനെ പോലെ